ഹലോ മക്കളെ, അപ്പം നമ്മള് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇനി രണ്ടാമത്തെ പാഠം പഠിക്കാൻ വേണ്ടി പോവാണ്. എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? ദഹനവും പോഷക സംവഹനവും. ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന നമ്മുടെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് ദഹനവും, നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് നോക്കിക്കേ, ദഹനവും ഉണ്ട്, പോഷക സംവഹനവും ഉണ്ട് അല്ലെ. നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഫുഡിന്റെ ഡൈജഷൻ, ആ ഭക്ഷണത്തിന്റെ ദഹനത്തെ പറ്റിയും പറയുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക ഘടകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ആ പോഷക ഘടകങ്ങള് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തില് സംവഹനം നടത്തപ്പെടുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, ദഹനവും പോഷക സംവഹനവും അല്ലെ. നമ്മുടെ ദഹന വ്യവസ്ഥയാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു പോഷക സംവഹനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു രക്തപര്യന വ്യവസ്ഥയാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ദഹനവും ഉണ്ട്, പോഷകങ്ങളുടെ സംവഹനവും ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെങ്കിലും ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ നാരുകൾ വേണം, ജലം വേണം എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഈ പേരുകളൊക്കെ. കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, കൊഴുപ്പ് അഥവാ ലിപ്പിഡ് വേണം, ധാതുക്കൾ വേണം, വിറ്റാമിൻ എന്നീ പോഷക ഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, കൊഴുപ്പ് വേണം, ധാതുക്കൾ വേണം, ജലം വേണം, നാരുകൾ വേണം അല്ലെ. അങ്ങനെ ഇതെല്ലാം, വിറ്റാമിനുകൾ വേണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അല്ലെ. എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. അപ്പൊ എന്താ സമീകൃത ആഹാരം എന്ന് എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. എന്താ സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ആഹാരം അല്ലെ. നമുക്ക് വേണ്ട പോഷക ഘടകങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അല്ലെ, നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് എത്ര പോഷകമാണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന അങ്ങനത്തെ ആഹാരത്തിനാണ് എന്ത് പറയാ? സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി നമ്മള് ഒരു സാധനം പഠിക്കാൻ പോവാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെ, നമ്മള് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് എടുക്കുകയാണ്. ആ പ്ലേറ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ എത്ര അളവിൽ വെക്കണം? ഓക്കെ, നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം, നമ്മളൊരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ആ പ്ലേറ്റിനകത്ത് നമ്മൾ ഏതൊക്കെ ഭക്ഷണ സാധനങ്ങള് എത്ര അളവിൽ വെക്കണം എന്നാണ് നമ്മള് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മള് പഠിക്കുന്നത് എന്താ മക്കളെ? ഫുഡ് പ്ലേറ്റ്. ഓക്കെ, ഫുഡിന്റെ ഒരു പ്ലേറ്റ് എടുക്കുകയാണ്, അതാണ് ഫുഡ് പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റിനകത്ത് നമ്മൾ എത്ര ഭക്ഷണം എത്ര അളവിൽ കഴിക്കണം എന്നാണ് പഠിക്കുന്നത്. വളർച്ചാഘട്ടത്തിലുള്ളവർ സമീകൃത ആഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. എന്താ സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക ഘടകങ്ങള് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പം വളരുന്ന മക്കൾക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം? സമീകൃത ആഹാരം കിട്ടണം. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം അല്ലെ, ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം, ധാന്യങ്ങൾ വേണം അല്ലെ, പിന്നെയോ മാംസ്യം അല്ലെ, മാംസം അല്ലെങ്കിൽ പ്രോട്ടീൻ വേണം, മാംസ്യങ്ങള്, പയറുൽപ്പന്നങ്ങള്. മാംസവും പയറുൽപ്പന്നങ്ങളൊക്കെ എന്താണ്? പ്രോട്ടീനുകളാണ്. അപ്പം ഇതൊക്കെ വേണം അല്ലെ. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റാമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷക ഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പൊ നാരുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് നാരുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. അപ്പൊ നമ്മളൊരു ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ ഒരു പ്ലേറ്റിന്റെ മോഡലിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പ്ലേറ്റിന്റെ, അപ്പൊ നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചേക്കാണ്.
ഈ ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം നമ്മൾ പഴങ്ങളും പച്ചക്കറികളും വെച്ചിട്ട് ഫില്ല് ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ഈ ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗത്ത് നമ്മൾ എന്താ ഫില്ല് ചെയ്തത്? പഴങ്ങളും പച്ചക്കറികളും. ഓക്കെ, പഴങ്ങളും പച്ചക്കറികളും വെച്ചിട്ട് ഫില്ല് ചെയ്യണം. കാൽ ഭാഗം ധാന്യങ്ങളും വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പം അരഭാഗം നമ്മൾ എന്ത് ചെയ്തു? പകുതി ഭാഗം നമ്മൾ പഴങ്ങളും പച്ചക്കറികളും വെച്ചു, കാൽ ഭാഗം നമ്മൾ ധാന്യങ്ങൾ വെച്ചു. ഇനി ഒരു കാൽ ഭാഗം കൂടെ ഉണ്ട്, അവിടെ നമ്മൾ എന്താ വെക്കേണ്ടത്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വെക്കണം. അപ്പൊ കാൽ ഭാഗത്ത് പ്രോട്ടീൻ വെക്കണം, അരഭാഗത്ത് നമ്മൾ എന്താ വെക്കേണ്ടത്? പഴങ്ങളും പച്ചക്കറിയും. പഴം പച്ചക്കറി അല്ലെ? കാൽ ഭാഗത്ത് നമ്മൾ എന്ത് വെക്കണം? ധാന്യങ്ങൾ വെക്കണം അല്ലെ? ധാന്യങ്ങൾ. ഇനി ഒരു കാൽഭാഗം ഉണ്ട്, ആ കാൽഭാഗത്താണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? പ്രോട്ടീൻ വെക്കേണ്ടത് അല്ലെ? ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഗ്ലാസ് പാൽ നിങ്ങൾ കണ്ടോ ഇവിടെ, ഒരു ഗ്ലാസ്സിൽ പാലോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. പഴങ്ങളും ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ്. അപ്പം ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് എങ്ങനെയായിരിക്കണം എന്നാ, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ അരഭാഗം നമ്മൾ പഴങ്ങളും പച്ചക്കറികളും വെക്കണം, കാൽ ഭാഗം നമ്മൾ ധാന്യങ്ങൾ വെക്കണം, കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻ വെക്കണം. ഇനി എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ്സില് പാലോ വേറെ എന്തെങ്കിലും പാലുൽപ്പന്നങ്ങളോ നമ്മൾ കഴിക്കാം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഫുഡ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഫുഡ് ഡിസൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതെ. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ കൂടി വരുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളിൽ കലോറി കൂടുതലും പോഷക മൂല്യം കുറവുമാണ് അല്ലെ? ജങ്ക് ഫുഡ്, നിങ്ങൾക്ക് കിട്ടുന്ന ജങ്ക് ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലെ? ലേസ് ആയിട്ടും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ജങ്ക് ഫുഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എല്ലാം നിങ്ങൾ കഴിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? ഇങ്ങനത്തെ ഭക്ഷണങ്ങളിൽ കലോറി ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ നമ്മളെ ശരീരത്തിന് എന്താ വേണ്ടത്? നമ്മുടെ ശരീരം വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പോഷക ഘടകങ്ങൾ വേണം അല്ലെ? നമ്മൾ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കലോറി കിട്ടുള്ളൂ, നമുക്ക് വേണ്ട പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യില്ല? കിട്ടില്ല. ഇത് പോഷകക്കുറവിന് കാരണമാവുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം പോഷകക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പോഷകക്കുറവ്, കറക്റ്റ് ആയിട്ട് പോഷകങ്ങള് വേണ്ട അല്ലെ? സമീകൃത ആഹാരം ഒന്നും കഴിക്കാതെ നമുക്ക് വേണ്ട അളവിൽ നമുക്ക് പോഷകങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചില രോഗലക്ഷണങ്ങൾ കാണിക്കും. അങ്ങനെയാണ്, അതാണ് പോഷകക്കുറവ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പോഷകക്കുറവ് കാരണമുള്ള രോഗങ്ങളൊക്കെ കാണിക്കും. ഇനി നിങ്ങൾ മക്കൾക്ക് ഏറ്റവും ശീലമുള്ള ഒരു കാര്യം ഉണ്ടാവും അല്ലെ? ട്യൂഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും? പ്രഭാത ഭക്ഷണം കഴിക്കാതെ പോകും. അപ്പം നിങ്ങൾ രാവിലത്തെ ഭക്ഷണം, അതാണ് പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നിങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങൂലേ ക്ലാസ്സിൽ പോകുന്ന സമയത്ത്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കഴിച്ചിരിക്കണം. അതാണ് നമ്മൾ അതുവരെ ഫാസ്റ്റിംഗ് ആണ് അല്ലെ? നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ വരെ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്, നമ്മൾ ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ട് ആ ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് അതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയുന്നത് അല്ലെ? എന്നിട്ട് നിങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ക്ഷീണം ഉണ്ടാക്കും, ഉറക്കം തൂങ്ങൽ വരും, അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വരും അല്ലെ? നിങ്ങൾക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല, മറവി വരും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മറവിയൊക്കെ വരാൻ തുടങ്ങും. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങള് നമ്മൾ കറക്റ്റ് ടൈമിന്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ശരിയായ ഭക്ഷണ രീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട്. നിങ്ങൾ ശരിയായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചേ മതിയാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു വാക്ക് പഠിക്കാൻ പോവാണ്, അതാണ് പോഷണം. പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂട്രീഷൻ അല്ലെങ്കിൽ നറിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവികൾ പോഷകങ്ങൾക്കായി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം. എന്താണ് പോഷണം? ജീവികള് അവരുടെ ബാഹ്യ പരിസ്ഥിതി അല്ലെ,
ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മളാണെങ്കിലും നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും എന്ത് കൊണ്ടുവരും? ആഹാരം സ്വീകരിക്കും, ആഹാരം എടുക്കും, നമുക്ക് കഴിക്കേണ്ട ആഹാരം എടുക്കും. എന്നിട്ട് നമ്മുടെ ശരീരം അതെന്ത് ചെയ്യും? പ്രയോജനപ്പെടുത്തും അല്ലെ. ആഹാരം നമുക്ക് വേണ്ട ഊർജത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഹാരം, ചുറ്റുപാടിൽ നിന്നും ആഹാരം സ്വീകരിച്ചിട്ട് നമ്മുടെ ശരീരം അത് പ്രയോജനപ്പെടുത്തും. ആ ഒരു പ്രക്രിയയാണ് എന്ത് പറയാ? പോഷണം എന്ന് പറയുന്നത്. അപ്പം പോഷണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ജീവികൾ പോഷകങ്ങൾക്കായി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം. ഇനി ലഘുഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകുന്തോറും പോഷണ പ്രക്രിയയും സങ്കീർണമാകുന്നു. അപ്പം ലഘുഘടനയുള്ള ജീവി എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, നമ്മുടെ ഘടന എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ അത്ര ലഘുവായിട്ടുള്ള ഘടനയൊന്നുമല്ല അല്ലെ. നമുക്ക് രക്തം പമ്പ് ചെയ്യാനുള്ള ഹാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ കുറെ അവയവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതേ സ്ഥാനത്ത് ഒരു ഉറുമ്പിന്റെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിലുള്ളതിന് അത്രയും അവയവങ്ങൾ ഉണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് തലച്ചോറൊക്കെ ഉണ്ട് അല്ലെ. അപ്പം ഉറുമ്പിന് നോക്കുമ്പോ അത്രയും വലിയ അവയവങ്ങളൊന്നുമില്ല അല്ലെ. ഉറുമ്പ് തന്നെ ചെറുതാണ്. അപ്പൊ നമ്മുടെ അത്രയും ഒരു വലിയൊരു സിസ്റ്റം ഒന്നും ഉറുമ്പിനില്ല. അപ്പം ലഘുഘടനയുള്ള ഉറുമ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിൽ ഏറ്റവും ചെറുതാ, പക്ഷെ അതിനേക്കാളും ചെറുതും അല്ലെങ്കിൽ വേറെയും ചില ജീവികളൊക്കെ ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാ ജീവികളെ അറിയണമെന്നൊന്നുമില്ല. അപ്പം ഓരോ ജീവികളിലും പോഷണം എന്ന് പറയുന്നത് അല്ലെ, ഭക്ഷണം നമ്മൾ എങ്ങനെയാ പോഷണം നടത്തുന്നത്? നമ്മൾ കൈകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് വായിലേക്ക് ഇട്ടിട്ട് നമുക്ക് ദഹനം, അങ്ങനെയല്ലേ നമ്മൾ നടത്തുന്നത്. പക്ഷെ എല്ലാ ജീവികളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല അല്ലെ. അവര് വേറെ പല രീതിയിലായിരിക്കും ഭക്ഷണം എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവര് പോഷണം ചെയ്യുന്നുണ്ടാവുക, അവർക്ക് വേണ്ട പോഷക ഘടകങ്ങള് എത്തിക്കുന്നുണ്ടാവുക. അപ്പം നമ്മള് ഒരു ഏകകോശ ജീവിയായിട്ടുള്ള, ഏകകോശ ജീവി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒറ്റ കോശം മാത്രമുള്ള ജീവി അല്ലെ. അമീബയ്ക്ക് ഒറ്റ കോശം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഏകകോശ ജീവിയാണ് അമീബ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ മനുഷ്യന്മാർക്കൊക്കെയാണ് ഇഷ്ടം പോലെ കോശങ്ങളുണ്ട് അല്ലെ. ഇഷ്ടംപോലെ കോശങ്ങളുണ്ട്. അത്രയും കോശങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. പക്ഷെ അമീബ എന്ന് പറയുന്ന ഒരു ജീവിക്ക് ഒരൊറ്റ കോശമല്ലേ ഉള്ളൂ. ആ ഒരു കോശം വേണം അതിന് വേണ്ട റെസ്പിറേറ്ററി ഗ്യാസ്, അതായത് ശ്വാസം എടുക്കാനും വിടാനും അങ്ങനത്തെ സാധനം ചെയ്യണം. അതിനെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ട പോഷണം നടത്തണം അല്ലെ. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? അമീബയില് ഈ ഒരൊറ്റ കോശമാണ് അല്ലെ. അപ്പം അമീബ എങ്ങനെയാണ് പോഷണം നടത്തുന്നത്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫസ്റ്റ്, അമീബ ആഹാര വസ്തുവിനടുത്ത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ, ഇതൊരു അമീബയാണ്. ഈ ഒരു അമീബ, ഇത് അമീബയാണ്. അമീബയുടെ ഇതാണ് അമീബയുടെ ഭക്ഷണം. ഓക്കെ, ഇത് അമീബയുടെ ഭക്ഷണമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് അമീബയുടെ ഭക്ഷണം. അപ്പൊ അമീബ എന്താ ചെയ്യുക? അമീബ ആഹാര വസ്തുവിന്റെ അടുത്ത് പോയിട്ട് കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലേക്ക് ആക്കുന്നു. അപ്പം ഇതാണ് അമീബയുടെ കപടപാദം. നിങ്ങൾ കണ്ടോ ആ കപടപാദം കണ്ടോ? ഇതാണ് അമീബയുടെ കപടപാദം. അപ്പം ഈ കപടപാദം ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സൈഡും അങ്ങ് നീളും. ഇങ്ങോട്ടേക്ക് കപടപാദം ഇങ്ങനെ നീട്ടി വന്നിട്ട് അമീബ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഫുഡിനെ എന്താക്കും? അമീബയുടെ ഭക്ഷണത്തെ എന്താക്കും? ഈ കോശത്തിന്റെ ഉള്ളിലേക്ക് എടുക്കും. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് അമീബ ആഹാരവസ്തുവിന്റെ അടുത്ത്, ആഹാരത്തിനെ കണ്ടിട്ട് ആഹാരവസ്തുവിനെ എടുത്തുണ്ടാവും. പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അമീബയുടെ കപടപാദം ഉപയോഗിച്ചിട്ട് ഭക്ഷണത്തിന് എന്താക്കും? കോശത്തിന്റെ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് അമീബയുടെ കോശത്തിനുള്ളിൽ ഒരു ഫുഡ് ദഹിപ്പിക്കാനുള്ള ഒരു വാക്യൂൾ ഉണ്ട്. അതിനെയാണ് ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അമീബ കപടപാദം ഉപയോഗിച്ചിട്ട് അമീബ ഭക്ഷണത്തിന് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ആ അമീബയ്ക്ക് കോശത്തിന്റെ ഉള്ളിൽ ഒരു ഫുഡ് വാക്യൂൾ ഉണ്ട്. ആ ഫുഡ് വാക്യൂളിനുള്ളിലായിരിക്കും ആഹാരം പിന്നെ എത്തുന്നുണ്ടാവുക. പിന്നെ എന്ത് സംഭവിക്കും? എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. അപ്പം ഈ ഫുഡ് വാക്യൂളിൽ എത്തിയിട്ട് ഇവിടെ കുറെ എൻസൈമുകൾ ഉണ്ട്. എൻസൈമുകൾ എന്തായിരുന്നു മക്കളെ? എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ആര്?
എൻസൈമുകൾ. അപ്പം അമീബ ഭക്ഷണം ഇവിടെ ഫുഡ് വാക്യൂളിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല്, ആഹാരം ഫുഡ് വാക്യൂളിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്ത് റിലീസ് ചെയ്യും? എൻസൈമുകൾ റിലീസ് ചെയ്യും. ഈ എൻസൈമുകൾ വന്നിട്ട് ഈ ആഹാരത്തെ എന്ത് ചെയ്യും? ദഹിപ്പിക്കും. അതിനുശേഷം അപ്പൊ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? വേസ്റ്റുകൾ ഉണ്ടാവുന്നു അല്ലെ? വിസർജ്യ വസ്തുക്കള് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയേണ്ട കുറച്ച് വസ്തുക്കള് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇപ്പൊ അമീബ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അല്ലെ? അമീബ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അപ്പം അമീബയ്ക്ക് എന്തുണ്ടാവും? വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ? അപ്പം അമീബയുടെ വേസ്റ്റ് എന്ത് ചെയ്യും? അമീബയുടെ വേസ്റ്റ് എന്ത് ചെയ്യും? അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. ഈ അമീബയുടെ കോശത്തിന്റെ ഉപരിതലത്തിൽ കൂടെ എന്ത് ചെയ്യും? ഈ വേസ്റ്റ് ഒക്കെ അമീബ പുറത്തേക്ക് കളയും. അപ്പം ഫുഡ് വാക്യൂളിനുള്ളിൽ കയറിയിട്ട് എൻസൈംസ് ഫുഡ് ദഹിപ്പിക്കും. എന്നിട്ട് വേസ്റ്റ് ഒക്കെ ഫോം ചെയ്തു കഴിഞ്ഞാല് അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അമീബയുടെ വേറെ എവിടെയെങ്കിലും പോയിട്ട് അമീബയുടെ ദഹനം എന്താണ്? കോശത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ദഹനമല്ലേ അമീബയുടെ ദഹനം അല്ലെ? അമീബ ഭക്ഷണം എടുത്തു, ഭക്ഷണത്തിന് കോശത്തിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ് അല്ലെ? കപടപാദം ഉപയോഗിച്ചിട്ട് അമീബ ഭക്ഷണത്തിനെ കോശത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പം ഈ ദഹനം എന്ന് പറയുന്നത് കോശ ആന്തരിക ദഹനം അല്ലെ? കോശത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ദഹനമാണ് കോശ ആന്തരിക ദഹനം അല്ലെ? ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു വെക്കുക. എന്നിട്ട് വേസ്റ്റുകള് പുറത്തേക്ക് തള്ളും കോശ ഉപരിതലത്തിലൂടെ. ക്ലിയർ ആണോ? അപ്പം ഇത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാത്ത, സങ്കീർണതകൾ ഒന്നുമില്ലാത്ത അമീബയുടെ ദഹനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? അമീബ ആഹാര വസ്തുവിനടുത്തെത്തും. എന്നിട്ട് എന്ത് ചെയ്യും? കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണത്തെ കോശത്തിന്റെ ഉള്ളിലേക്ക് ആക്കും. എന്നിട്ട് ഫുഡ് വാക്യൂളിനുള്ളിൽ കയറിയിട്ട് അവിടുത്തെ എൻസൈമുകൾ, രാസാഗ്നികൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഭക്ഷണത്തെ ദഹിപ്പിക്കും. ഭക്ഷണം ദഹിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയുക? കോശ ആന്തരിക ദഹനം അല്ലെ? കോശാന്തരിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോശത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ദഹനമാണ്. എന്നിട്ട് വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാല് അത് കോശ ഉപരിതലത്തിലൂടെ വിസർജ്യ വസ്തുക്കൾ എന്ത് ചെയ്യും? അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? പുറന്തള്ളുന്നു. അപ്പം ഇത്രയുമാണ് അമീബയുടെ ശരീരത്തിൽ നടക്കുന്ന ദഹനം. ക്ലിയർ? ഇനി നമ്മൾ വേറൊരു ജീവിനെ പഠിക്കാൻ പോവാണ്. അതാണ് ഹൈഡ്ര. ഓക്കെ, ഇതാണ് ഹൈഡ്ര. ഇയാളാണ് ഹൈഡ്ര. ഓക്കെ, ഹൈഡ്ര. ഈ ഹൈഡ്രയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് സ്ട്രക്ചർ? ഇത് ഹൈഡ്രയുടെ ടെന്റക്കിൾ ആണ്. എന്താ ഇതിന്റെ പേര്? ടെന്റക്കിൾ. അപ്പം ഹൈഡ്രയ്ക്ക് കുറെ എന്തുണ്ട്? ഇതൊക്കെ ഹൈഡ്രയുടെ ടെന്റക്കിളുകളാണ്. ഹൈഡ്രയ്ക്ക് ടെന്റക്കിളുകൾ ഉണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു ഭാഗം ഹൈഡ്രയുടെ മൗത്ത് ആണ്. അപ്പം ടെന്റക്കിൾ ഉണ്ട്. ഈ ഒരു ഭാഗം ഹൈഡ്രയുടെ മൗത്ത് ആണ്. അപ്പം ഹൈഡ്ര ടെന്റക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ശരീര അറയുടെ അപ്പം ഹൈഡ്ര ടെന്റക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കും അല്ലെ? ഹൈഡ്രയ്ക്ക് എന്തുണ്ട്? ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾ ഉണ്ട്. ഈ ടെന്റക്കിളിന്റെ സഹായത്തോടു കൂടി ഇതിന്റെ ഇര അല്ലെ, ഇത് കഴിക്കുന്ന ഇരയെ എന്ത് ചെയ്യും? ടെന്റക്കിൾ വെച്ചിട്ട് ഇരേനെ പിടികൂടിയിട്ട് വായ്ക്കുള്ളിലേക്കാക്കും. ഇതാണ് ഹൈഡ്രയുടെ വായ, മൗത്ത് പോർഷൻ ആണ് ഇത്. അപ്പം ടെന്റക്കിൾ ഉപയോഗിച്ചിട്ട് ഇരേനെ പിടിച്ചിട്ട് ഈ വായിന്റെ ഉള്ളിലേക്ക് ആക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? എന്നിട്ട് ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യും അല്ലെ? ഈ വായിന്ന് ഇവിടെ ശരീര അറയായത് വായിന്ന് നേരെ താഴോട്ടേക്ക് ഇവിടെ ഗ്യാപ്പിലേക്ക് വരും. ഓക്കെ, ഹൈഡ്ര അപ്പം പുറത്തുള്ള ടെന്റക്കിൾ ഉപയോഗിച്ചിട്ട് ആഹാരത്തെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? വായിലൂടെ ശരീര അറയിലേക്ക് എത്തിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. ദഹനം സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ. അപ്പം ദഹനം നടക്കുവാൻ വേണ്ടി, ദഹനം സ്പീഡാവാൻ വേണ്ടി ആര് വേണം? എൻസൈമുകൾ വേണം. അപ്പം ഹൈഡ്രയുടെ ഈ ഉൾഭിത്തിയിൽ
ഉൾഭിത്തി, ഹൈഡ്രയുടെ ഇതിന്റെ ഉള്ളിലുള്ള ഭിത്തി അല്ലെ. ഇവിടെ ഒരു അറയാണുള്ളത്. ഭക്ഷണം നേരെ ഈ അറയുടെ ഉള്ളിലേക്ക് വന്ന് ഇവിടെ എന്തുണ്ട്, ഉൾഭിത്തി ഉണ്ട്. ഇവിടുന്ന് എൻസൈമുകൾ അല്ലെ, എൻസൈമുകൾ ഇങ്ങോട്ട് റിലീസ് ചെയ്യും അല്ലെ. ഇവിടുന്ന് ഈ ഉൾഭിത്തിയിൽ നിന്നും എൻസൈംസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആയിട്ട് എന്താക്കും, ഇവിടെ നമ്മുടെ ഇര ഉണ്ട് അല്ലെ, ടെന്റക്കിളിൽ നിന്ന് നേരെ വന്ന ഇര ഇതിനുള്ളിലുണ്ട്. അപ്പം ഇവിടുന്ന് എൻസൈം റിലീസ് ചെയ്തിട്ട് ഇവിടെ എന്ത് സംഭവിക്കും, ദഹനം സംഭവിക്കും. ഓക്കെ, അതാ പറയുന്ന ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. അതുകൊണ്ട് ഈ ദഹനത്തിന് പറയണ പേരാണ് കോശബാഹ്യ ദഹനം. എന്താ പറയാ, കോശബാഹ്യ ദഹനം. കോശത്തിന്റെ ഉള്ളിലാണോ ഇത് നടക്കുന്നത്? ഈ ദഹനം നടക്കുന്നത് കോശത്തിന്റെ ഉള്ളിലാണോ? ഇവിടെയുള്ള കോശം ഇവിടെയാണോ? ഇതൊരു കോശമാണ് അല്ലെ. ഈ കോശത്തിന്റെ ഉള്ളിലാണോ ദഹനം നടക്കുന്നത്? അല്ല അല്ലെ, ഈ അറയിലാണ്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. ഒരു കോശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ദഹനം, ഇതാണ് തുടക്കം. ഈ ദഹനത്തിനെ പറയാ കോശബാഹ്യ ദഹനം എന്നാണ് കേട്ടോ, കോശബാഹ്യ ദഹനം. ഇനി അടുത്തത് എന്താ നടക്കാൻ പോകുന്നത്, കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അപ്പം ഇവിടുന്ന് കുറച്ചല്ലേ ഭാഗികമായിട്ടാണ് ദഹനം നടന്നത് അല്ലെ, അതാണ് കോശബാഹ്യ ദഹനം. എന്നിട്ട് ഭാഗികമായി ദഹിച്ചതെല്ലാം കൂടെ എവിടെ പോകും, കോശത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ദഹനം കംപ്ലീറ്റ് ആവും. കോശഭാഗിക ദഹനം നടന്ന സാധനം കോശത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ദഹനം കംപ്ലീറ്റ് ആവും. അതിനെയാണ് എന്ത് പറയാ, കോശാന്തര ദഹനം, കോശാന്തരിക ദഹനം. അപ്പം ഫസ്റ്റ് കോശബാഹ്യ ദഹനം നടന്നു, ഇനി കോശ ആന്തരിക ദഹനം. എന്നിട്ട് അവശിഷ്ടങ്ങൾ എങ്ങോട്ടുകൂടെ പുറന്തള്ളുന്നത്, അവശിഷ്ടങ്ങൾ വായിലൂടെ പുറന്തള്ളുന്നു. നിങ്ങൾ നോക്കിയേ, ഹൈഡ്രയുടെ അവശിഷ്ടങ്ങള് ഇവിടെ ഈ കോശത്തിലൊക്കെ വെച്ചിട്ട് ദഹനം നടന്നു, ഫുൾ ദഹനവും കഴിഞ്ഞ് അപ്പം ഫസ്റ്റ് കോശബാഹ്യ ദഹനം നടന്നു, എന്നിട്ട് ഓരോ സെല്ലിലും പോയിട്ട് കോശാന്തരിക ദഹനവും നടന്നു. എന്നിട്ട് ഈ ദഹനമൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ വേസ്റ്റ് മുഴുവൻ വീണ്ടും വായിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കളയുന്നത് അല്ലെ. ദഹനം നടന്നിട്ടുള്ള വേസ്റ്റ് ഹൈഡ്രയില് വായിൽ കൂടെ തന്നെയാണ് പുറത്തു പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് എന്തൊരു കഷ്ടമാണ് അല്ലെ. വായിൽ കൂടെ ഭക്ഷണം എടുത്തിട്ട് ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ടുള്ള അവശിഷ്ടങ്ങൾ മുഴുവൻ പോകുന്നത് എന്ത് വഴിയാണ്, വായിൽ കൂടെ തന്നെയാണ് അല്ലെ. അതാണ് ഹൈഡ്ര എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹൈഡ്രയുടെ ദഹനം എങ്ങനെയാണ്, ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾ ഉണ്ട്. ഹൈഡ്രയുടെ ടെന്റക്കിൾ ഉപയോഗിച്ച് ഇരയെ പിടിച്ചിട്ട് വായിലൂടെ എന്തെത്തും, ഇതിന്റെ ഉള്ളിലേക്ക് എത്തും. ഉള്ളിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും, ബാഹ്യദഹനം നടക്കും. ബാഹ്യദഹനം നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ എൻസൈം വെച്ചിട്ട് കോശബാഹ്യദഹനം നടക്കും. എന്നിട്ട് ഭാഗികമായി ദഹിച്ച സാധനം കോശത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫുഡ് വാക്യൂളിൽ വെച്ചിട്ട് കോശ ആന്തരിക ദഹനം നടക്കും. അപ്പം ഹൈഡ്രയിൽ കോശാന്തരിക ദഹനവുമുണ്ട്, കോശബാഹ്യ ദഹനവുമുണ്ട് അല്ലെ. എന്നിട്ട് ഈ ദഹനമെല്ലാം കഴിഞ്ഞിട്ട് വേസ്റ്റ് എന്ത് ചെയ്യും മക്കളെ, ഹൈഡ്രയുടെ വായിലൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് കളയും. അപ്പം ഇതാണ് ഹൈഡ്രയിലെ ദഹനം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഏകകോശ ജീവിയായ അമീബയിൽ നിന്നും ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിലേക്ക് എത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിന് പുറമെ കോശബാഹ്യ ദഹനം കൂടെ നടക്കുന്നു. ശരിയല്ലേ? ബഹുകോശ ജീവികളിൽ പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദഹന വ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി വൈവിധ്യങ്ങളും സങ്കീർണതകളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളൊരു ബഹുകോശ ജീവികളാണ്. നമുക്ക് ദഹനം നടത്തണമെങ്കിൽ കുറെ കഷ്ടപ്പാടുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്മൾ പഠിച്ച അമീബ എന്ന് പറയുന്ന ഒറ്റ കോശമുള്ള ഏകകോശ ജീവിയാ. അതിന് കോശ ആന്തരിക ദഹനം മാത്രമേ ഉള്ളൂ അല്ലെ. എന്നിട്ട് ലഘുവായിട്ടുള്ള ബഹുകോശ ജീവിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കോശ ആന്തരിക ദഹനവുമുണ്ട്, കോശബാഹ്യ ദഹനവുമുണ്ട് അല്ലേ. ഇനി നമ്മൾ കുറെ ദഹനം, കോശാന്തരിക ദഹനം, കോശബാഹ്യ ദഹനം എന്നൊക്കെ പറഞ്ഞ് കുറെ ദഹനം പഠിച്ചു അല്ലെ. അപ്പം എന്താണ് ദഹനം? ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ
ഈ വാക്ക്, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ് ദഹനം എന്ന് പറയുന്നത്? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ. അപ്പം ഈ വാക്കുകൾ ആഗിരണത്തിന് വേണ്ടിയിട്ടാണ് ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നത്. ഓക്കെ, ആഗിരണത്തിന് വേണ്ടി സങ്കീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് ഞാൻ എപ്പോഴും ഉദാഹരണം പറയാ ഭക്ഷണത്തിൽ പറയുമ്പം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ചിക്കൻ ബിരിയാണി അല്ലെ, നമ്മൾ കഴിക്കുന്ന ചിക്കൻ ബിരിയാണി, ഈ ഒരു ചിക്കൻ ബിരിയാണി നമ്മുടെ ഓരോ സെല്ലിനും ഈ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു കിട്ടുന്ന ന്യൂട്രിയൻസ് അല്ലെ, എന്താ പോഷക ഘടകങ്ങള്, ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കിട്ടുന്ന പോഷകം എന്തൊക്കെ കിട്ടുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഈ ഒരു പോഷക ഘടകം എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓരോരോ സെല്ലിനും എന്ത് കിട്ടണം? നമ്മുടെ ശരീരത്തിൽ കുറെ സെല്ലുകളുണ്ട്, ആ സെല്ലിനെല്ലാം വേണ്ട പോഷക ഘടകങ്ങള് ഈ ഒരു ചിക്കൻ ബിരിയാണിന്ന് കിട്ടണം അല്ലെ. അപ്പം ഈ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ പീസ് തന്നെ എത്ര വലുതാ അല്ലെ. ആ ഒരു ചിക്കൻ പീസിനെ അങ്ങനെ നമ്മുടെ സെല്ലുകൾക്ക് എടുക്കാൻ പറ്റുമോ? ആഗിരണം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അതിനെന്ത് ചെയ്യണം? ചെറുത് വളരെ ചെറുതാക്കിയിട്ട്, നമ്മുടെ സെല്ല് തന്നെ എത്ര ചെറുതാണല്ലേ, നമ്മുടെ സെല്ല് കോശങ്ങൾ വളരെ ചെറുതാണ്, ആ കോശങ്ങളുടെ പാകത്തില് വളരെ ചെറുതാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അത്രയും സങ്കീർണമായിട്ടുള്ള ഒരു ബിരിയാണി അല്ലെ, സങ്കീർണമായിട്ടുള്ള ബിരിയാണിനെ നമ്മൾ ചവച്ചരച്ച് വായിലൂടെ പോയിട്ട് നമ്മുടെ ശരീരത്തിലും ആമാശയത്തിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് എന്താക്കും? ദഹനം നടത്തിയിട്ട് വളരെ ചെറിയതാക്കി മാറ്റിയിട്ടാണ് നമ്മുടെ ഓരോ കോശങ്ങൾക്കും വേണ്ട പോഷക ഘടകങ്ങൾ കിട്ടുന്നത്. ശരിയല്ലേ? അങ്ങനെ സങ്കീർണമായിട്ടുള്ള ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയാ? ദഹനം എന്ന് പറയുന്നത്. ശരിയല്ലേ? അതെ. ഇനി ദഹനം രണ്ട് തരത്തിലുണ്ട്, രണ്ട് തരത്തിലുള്ള ദഹനമുണ്ട്. ദഹനം രണ്ടു തരത്തിലുണ്ട്. യാന്ത്രിക ദഹനവുമുണ്ട്, രാസിക ദഹനവുമുണ്ട്. ദഹനം രണ്ടു തരത്തിലുണ്ട്, യാന്ത്രിക ദഹനവുമുണ്ട്, രാസിക ദഹനവുമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ ഉപയോഗിക്കുക അല്ലെ. മെഷീൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മുടെ പല്ലൊരു മെഷീനാണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വായിൽ വെച്ച് നമ്മൾ ചവച്ചരച്ച് അതിനെ ചെറുതാക്കുന്നുണ്ട്. അപ്പം യന്ത്രം പോലെ അല്ലെങ്കിൽ ഒരു മെഷീൻ, മെക്കാനിക്കൽ പ്രോസസ് അല്ലെ, മെക്കാനിക്കൽ പ്രോസസ് നടക്കുന്ന ഡൈജഷനിലാണെങ്കിൽ, ദഹനത്തിൽ ഒരു മെക്കാനിക്കൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യാന്ത്രിക ദഹനം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ യാന്ത്രിക ദഹനം എന്ന് നോക്കിക്കേ. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മെക്കാനിക്കൽ ഡൈജഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് കുറെ പ്രധാനപ്പെട്ട മലയാളം വാക്കിനൊക്കെ പ്രധാനമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളും കൂടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതും കൂടെ അതിന്റെ കൂടെ പഠിച്ചു പോവാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. അപ്പം ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? യാന്ത്രിക ദഹനം. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാലോ അല്ലെ, ചോറുരുള വായിലിട്ട് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? കടിച്ച് ചവച്ചരച്ച് കൊണ്ടുവരും അല്ലെ. അതെന്താണ്? ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. അതെ, അപ്പം അവിടെ എന്ത് ദഹനമാണ് നടക്കുന്നത്? യാന്ത്രിക ദഹനമാണ് അവിടെ നടക്കുന്നത്. ശരിയല്ലേ? അപ്പം ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നത് യാന്ത്രിക ദഹനമാണ്. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും, നമ്മള് വായിലിടുന്ന സമയത്ത് നമ്മള് പല്ല് വെച്ച് നന്നായിട്ട് ചവച്ചരയ്ക്കില്ലേ. ഉള്ളിലേക്ക് പോകുന്തോറും നമുക്ക് പല്ലുണ്ടോ? അവിടെ ഇല്ല. പക്ഷെ അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കുറെ അവയവങ്ങൾ എന്താ ചെയ്യുക? അത് ഇങ്ങനെ കൂടിച്ചേർന്ന് അതിനെങ്ങനെ എന്ത് ചെയ്യും? ക്രഷ് ചെയ്യും. വല്ലാണ്ട് എന്ത് ചെയ്യും? ക്രഷ് ചെയ്ത് അങ്ങനെ അല്ലെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? സങ്കോചങ്ങളൊക്കെ ചെയ്തിട്ട്, ശക്തമായിട്ടുള്ള സങ്കോചങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആഹാരത്തെ ചെറിയ കണികകളാക്കിയിട്ട് മാറ്റും. അതാണ് യാന്ത്രിക ദഹനം എന്ന്
പറയുന്നത്. ഇനി അടുത്തൊരു തരം ദഹനമാണ് രാസിക ദഹനം. രാസിക ദഹനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ, കെമിക്കൽ ഡൈജഷൻ. രാസിക ദഹനം അഥവാ കെമിക്കൽ ഡൈജഷൻ. എന്താ കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ. അപ്പൊ കെമിക്കൽ ഡൈജഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി യാന്ത്രിക ദഹനം പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെറു കണികകൾ എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നതാണ് യാന്ത്രിക ദഹനം. രാസിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈമുകളുടെ സഹായത്താൽ. ആ വാക്കാണ് രാസിക ദഹനത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു വാക്ക് എന്ന് പറയുന്നത്. അപ്പം രാസിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആകിരണയോഗ്യമായ ലഘുഘടകങ്ങളായി മാറുന്നു. അപ്പം ലഘുഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോറ് വായിലിട്ട് ചവയ്ക്കുന്നു, ലഘുഘടകം തന്നെയല്ലേ, ലഘുഘടകം തന്നെയല്ലേ. പക്ഷെ ചോറ് വായിലിട്ട് ചവയ്ക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോശത്തിലേക്ക് അത് എടുക്കാൻ പറ്റുമോ? കോശത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറുതായോ നമ്മൾ ചോറ് വായിലിട്ട് ചവയ്ക്കുമ്പം? ഇല്ല അല്ലെ. ചോറ് വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കണികയാവും, പക്ഷെ അതെന്താവില്ല, അത് വളരെ ആഗിരണ യോഗ്യമായിട്ടുള്ള ചെറിയ കണികയായിട്ട് മാറൂല. സോ അതാ പറയുന്നത്, രാസിക ദഹനത്തില് എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണ യോഗ്യമായ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു. അപ്പം അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യാന്ത്രിക ദഹനവും രാസിക ദഹനവും എന്നിങ്ങനെ ദഹനം 2 തരത്തിലുണ്ട്. ഇനി നമുക്കൊരു കാര്യം നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, പശു അയവിറക്കുന്നത് കണ്ടിട്ടില്ലേ? ചവച്ചോണ്ടിരിക്കുക അല്ലെ. എപ്പോഴും തൊഴുത്തിൽ പോയി കഴിഞ്ഞാല് പശുവൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ചവച്ചോണ്ടിരിക്കുക, എപ്പോഴും എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കുന്ന പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പശു അയവിറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അതെന്താണ്? വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായി ചവയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ലേ? ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്. അപ്പം അയവിറക്കല് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം പശുവിന്റെ ആമാശയത്തിന് 4 അറകളുണ്ട്. നമുക്കെല്ലാം ഒരറയുള്ള ആമാശയാണ് ഉള്ളത്. മനുഷ്യന്മാർക്ക് ഒറ്റ അറയുള്ളൂ. ആമാശയം എന്ന് പറയുന്ന ഒരറയുള്ളൂ. നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. അത് നമ്മൾ പഠിക്കും. അപ്പം പശുവിന്റെ ആമാശയത്തിന് 4 അറകളുണ്ട്. ആ 4 അറകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പേരും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ അറയുടെ പേരാണ് റൂമൻ, രണ്ടാമതാണ് റെറ്റിക്കുലം, മൂന്നാമത്തതാണ് ഒമാസം, നാലാമത്തതാണ് അബോമാസം. ഓക്കെ, അപ്പം റൂമൻ ഉണ്ട്, റെറ്റിക്കുലം ഉണ്ട്, ഒമാസം ഉണ്ട്, അബോമാസം ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു പശുവിന്റെ ആമാശയത്തിന് 4 അറകൾ: റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. ഓക്കെ, ഇത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജ് ആണ്. പശുവിന്റെ ആമാശയാണ് ഈ കാണിച്ചിട്ടുള്ളത്. റൂമൻ ഉണ്ട്, റെറ്റിക്കുലം ഉണ്ട്, ഒമാസം ഉണ്ട്, അബോമാസം ഉണ്ട് അല്ലെ. ഇനി ആഹാരത്തില് അവരുടെ പശു എന്താ മക്കളെ ഭക്ഷണം കഴിക്കുക? പുല്ലാണ് അല്ലെ. ഇതെന്താ, പശു പുല്ലല്ലേ കഴിക്കുക. പുല്ലിൽ എന്തുണ്ട്? സെല്ലുലോസ് അല്ലെങ്കിൽ ഹെമി സെല്ലുലോസ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് സാധാരണ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിനൊന്നും ദഹിപ്പിക്കാൻ പറ്റുന്നതല്ല സാധാരണ. അപ്പം സെല്ലുലോസ് ഉണ്ട്, ഹെമി സെല്ലുലോസ് ഉണ്ട്. ഇത് ദഹിക്കാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ പ്രയാസമുള്ള സാധനങ്ങളാണ് സെല്ലുലോസും ഹെമി സെല്ലുലോസും. അപ്പം ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലും ഉള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പം ഈ സെല്ലുലോസിനെ, ഹെമി സെല്ലുലോസ് ഒക്കെ റൂമനിലും റെറ്റിക്കുലം, 2 അറകൾ, റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം അല്ലേ. അതിനകത്ത് റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള കുറച്ച് സൂക്ഷ്മ ജീവികളുണ്ട് അവരുടെ ആമാശയത്തില്.
ആ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യും? ഈ സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെ എന്ത് ചെയ്യും? വിഘടിപ്പിക്കും. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിൽ എത്തി വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. അപ്പൊ റൂമനിൽ നിന്നും ആഹാരം വീണ്ടും വായിലേക്ക് എത്തിയിട്ട് എപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? ദഹനം കുറച്ചും കൂടെ കാര്യക്ഷമമാവും. കറക്റ്റായിട്ട് ഒന്നും കൂടി ദഹനം നടക്കും അല്ലെ? ഈ സെല്ലുലോസും ഹെമി സെല്ലുലോസ് എന്താണ്? ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മള് ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാലും റൂമനിലും റെറ്റിക്കുലത്തിൽ നിന്നും വിഘടനം ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും കൂടി ചവയ്ക്കുന്ന സമയത്ത് അത് ഒന്നും കൂടി ദഹിക്കാൻ എന്താവാണ്? എളുപ്പമാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിന്റെ തുടക്ക ഭാഗം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത മക്കളെ? നമ്മൾ ദഹനത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ആദ്യം നമ്മൾ അമീബയിലെ ദഹനം കണ്ടു, ഹൈഡ്രയിലെ ദഹനം കണ്ടു അല്ലെ? അമീബയ്ക്ക് കോശാന്തരിക ദഹനമായിരുന്നു. ഹൈഡ്രയിലാണെങ്കിൽ കോശാന്തരിക ദഹനവുമുണ്ട്, കോശബാഹ്യ ദഹനവുമുണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ദഹനം എന്താണെന്ന് പഠിച്ചു. ദഹനം രണ്ടു തരത്തില്, യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. രാസിക ദഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻസൈമുകളുടെ സഹായത്താൽ, ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എൻസൈമുകളുടെ സഹായത്താൽ ആഗിരണ യോഗ്യമാക്കിയിട്ട് മാറ്റുന്നത് അല്ലെ? അതാണ് രാസിക ദഹനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് പശുവിന്റെ അയവിറക്കലിന് പിന്നിലുള്ള രഹസ്യം അല്ലെ? റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപോമാസം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തുടക്ക പോർഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.